ഈ അപകടകരമായ പ്രവണത അവരിൽ നിന്ന് നിരന്തരം നമുക്ക് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസാവഹമല്ല. അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ ഈ മതേതര കക്ഷികളും ഉണ്ടാക്കി തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മറന്നുപോകരുത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോലും ആര് ജയിച്ചാലും BJP പോലും ജയിച്ചു വരുന്നതിൽ അവർക്ക് സങ്കടപ്പെടാനോ അതല്ലെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനോ ഒന്നുമില്ലെന്നും നമ്മുടെ പാർട്ടി SDPI ഒരു കാരണവശാലും ജയിച്ചു വരരുത്, തോൽവി ഉറപ്പുവരുത്തണം എന്ന തീരുമാനം എല്ലാവരും എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന വികാരം ഒന്നേ ഉള്ളൂ. അത് നാം ഉയർത്തിപ്പിടിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ നമ്മുടെ ശബ്ദമാണ്, ഫാസിസ്റ്റ് വിരുദ്ധ നമ്മുടെ ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി എങ്ങാനും ശ്രദ്ധിക്കപ്പെട്ടാൽ, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഈ രാജ്യത്തിലെ അധസ്ഥിത പിന്നാക്ക ദളിത് മർദ്ദിത ജനവിഭാഗം ശ്രദ്ധിക്കപ്പെട്ടാൽ, ഇവരുടെ വോട്ടുകളുടെ പിൻബലത്തിൽ ജയിച്ചു വരികയും അധികാര സോപാനങ്ങളിൽ വിരാജിക്കുകയും ചൂഷണം ചെയ്യുകയും ഹിന്ദുത്വ ഫാസിസത്തിന്റെ കുഴലൂത്തിനനുസരിച്ച് നൃത്തം താളം ചെയ്യുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആട്ടിപ്പുറത്താക്കുന്ന ഒരു നാള് വരും എന്ന് ഇവിടുത്തെ കോൺഗ്രസുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, മുസ്ലിം ലീഗുകാരൻ, സകല മതേതരത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരനും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ കൊച്ചു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ മുനയൊടിക്കാൻ, അതിനെ തകർക്കാൻ, അതിനെ തടഞ്ഞു നിർത്താൻ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത്. ഞങ്ങൾക്ക് നേരെ ആരോപിക്കുന്ന ആരോപണങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. കോൺഗ്രസിന് വ്യത്യസ്തമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരിൽ നിന്ന്, നേതാക്കളിൽ നിന്ന്, അവരുടെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അവരുപയോഗിക്കുന്ന വാക്കുകൾ ഒന്നാണ്. മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നാണ്. RSSും BJPയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും സകലരും ഈ കുളിമുറിയിൽ നഗ്നരായി നിന്നുകൊണ്ടാണ് SDPIയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദം, ഭീകരവാദം, വിധ്വംസകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. വസ്തുതകൾ വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ഏറെ കാലം ഇത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തി ഈ പാർട്ടിയുടെ വളർച്ചയെ പ്രതിരോധിച്ച് നിർത്താൻ ആവില്ല എന്നുള്ളതും ഈ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ അടച്ചിട്ട റൂമുകളിലെ പ്രധാന ചർച്ചകളിൽ SDPI കടന്നു വരികയും നമ്മുടെ വളർച്ചയെ പ്രതിരോധിക്കാനാവില്ല എന്ന് അവർ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ ഇത്തരം തന്ത്രങ്ങൾ ചിലയിടത്തെങ്കിലും നമുക്ക് വിജയിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് താൽക്കാലികം മാത്രമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ തടഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തുടനീളം ഈ കൂട്ടുകക്ഷി മുന്നണി സംവിധാനമുണ്ടെങ്കിലും നമ്മെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എല്ലാ മുന്നണി സംവിധാനങ്ങളും എല്ലാം ഒന്നായ ഒരേ മുന്നണിക്കാരായി നമുക്കെതിരെ രംഗത്ത് വന്നതിന്റെ താല്പര്യവും ഇതല്ലാതെ മറ്റൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിരന്തരം ജനങ്ങളുടെ മുമ്പാകെ രാജ്യത്തെ ഇന്ന് അപകടപ്പെടുത്തുന്ന ഈ ശക്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കുക. ഇത് മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ വലിയ പാർട്ടിയല്ലെങ്കിലും കേരള സംസ്ഥാനത്ത് തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിലെ പല ആളുകളും ഇന്ന് അവരുടെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി BJP ഓഫീസിൽ പോയി ഷാളണിഞ്ഞ് മെമ്പർഷിപ്പ് സ്വീകരിച്ച് ഒരു BJPക്കാരനാവാൻ മടിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ് സമകാലീന കേരള രാഷ്ട്രീയം എത്തിപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷം വാചാലമായി പറയാറുണ്ട്, ഫാസിസത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ, RSSനും BJPക്കുമെതിരെ പ്രതിരോധം തീർക്കാൻ ഞങ്ങളാണ് ഇവിടുത്തെ പ്രാപ്തി നേടിയിട്ടുള്ളത്, ഞങ്ങൾക്കേ കഴിയൂ, ഞങ്ങൾക്കേ ശക്തിയുള്ളൂ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ അതിന് ആവശ്യമായ പ്രവർത്തകന്മാർക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ വാചാലമായി പറയാറുണ്ട്. എങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ഒരിക്കലും ആ പാർട്ടിയിലേക്ക് പോകുന്ന ഒഴുക്കിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതല്ല എന്നാണ്
നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലെ സമകാലീയ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇടതുപക്ഷ സഹയാത്രികൻ എന്നല്ല, ഞാൻ 35 വർഷക്കാലമായി CPIM-ൽ അംഗത്വമുള്ളവനാണെന്ന് പറയുന്ന വ്യക്തി പോലും ഇന്നലെ CPIM വിട്ട് BJP-യുടെ ഓഫീസിൽ പോയി അവർ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. ഒന്നല്ല, നിരവധി പേർ അങ്ങോട്ടേക്ക് പോകുന്നതിന് ആലോചിക്കുകയും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താ കാര്യം? വളരെ കൃത്യമാണ്. ഒരു പരിസരം ഒരു CPIM-കാരന് BJP-ലേക്ക് പോകാൻ ഒട്ടും കുറ്റബോധമില്ലാതെ അവനക്ക് അതിൽ അംഗത്വം എടുക്കുന്നതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ ഒരു പശ്ചാത്തലം CPIM ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാലനെ പോലെയുള്ളവർ, CPIM-ന്റെ പല പ്രമുഖരായ ആളുകളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില സംഘടനകളുടെ ലേബലുകൾ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദവും ഭീകരവാദവും മാറാടാവർത്തിക്കും പോലെയുള്ള ചില പദങ്ങൾ പ്രയോഗിച്ച് ന്യൂനപക്ഷത്തെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയമായ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതായിരിക്കാം CPIM കാണുന്ന രാഷ്ട്രീയ തന്ത്രമെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകും വിധം നിങ്ങൾ ശ്രമിച്ചു നോക്കി, പക്ഷേ നിങ്ങൾക്ക് വിജയിച്ചു കയറാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചില സമീപനങ്ങളായിരുന്നു. വെള്ളാപ്പള്ളിയെ പോലെയുള്ള വളരെ മോശമായി മുസ്ലിം ന്യൂനപക്ഷത്തെ പരസ്യമായി സമൂഹമധ്യേ വർഗീയ പരാമർശം നടത്തി അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ചേർത്ത് പിടിച്ച് ഒപ്പമിരുത്തി കാറിലിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് വേദിയിൽ പോയി കെട്ടിപ്പിടിച്ച് ഇതാ ഞാൻ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കുന്നവരാരൊക്കെയുണ്ടോ അവരെയൊക്കെ കെട്ടിപ്പുണരാൻ സന്നദ്ധമാണ് എന്ന് പരസ്യമായി കേരളത്തിലെ സാംസ്കാരിക കേരളത്തിലെ സാക്ഷര കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന സഖാവ് പിണറായി വിജയൻ മുന്നോട്ട് വന്നപ്പോ നിങ്ങളെ തിരുത്താൻ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് ഉപകരിച്ചില്ല എങ്കിൽ, അതുപോലെ തന്നെ നമുക്കറിയാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങളുടെ പരാജയത്തിന് നിമിത്തമായ, നിങ്ങൾക്ക് നിരന്തരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ മാറി ചിന്തിക്കുന്നതിന് കാരണമായ ഘടകങ്ങളായി വർത്തിച്ചിട്ടും തെറ്റ് തിരുത്താൻ സന്നദ്ധമാകാതെ വീണ്ടും അതേ തെറ്റുകൾ കൂടുതൽ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച് ഞങ്ങൾ ഈ ദാഷ്ട്യത്തോടുകൂടി മുന്നോട്ട് പോകുമെന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം പ്രിയമുള്ളവരെ, മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും തമ്മിൽ ഈ രാജ്യത്തൊരു പോരാട്ടം വരുമ്പോ ആ പോരാട്ടത്തിൽ നിങ്ങളുടെ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് മൃദു ഹിന്ദുത്വം സ്വീകരിച്ചവർ മുഴുവനും തീവ്ര ഹിന്ദുത്വത്തിന്റെ മേഖലയിലേക്ക് ചേക്കേറുകയും BJP-യിലേക്ക് അവർ ഒഴുകുകയും അവസാനം ത്രിപുരയിൽ എന്താണോ സംഭവിച്ചത്, ബംഗാളിൽ എന്താണോ സംഭവിച്ചത്, സമകാലീന കേരളത്തിലും സമാനമായ രാഷ്ട്രീയ ദുരന്തം CPIM-നെ വേട്ടയാടാൻ പോകുന്നു എന്നത് തിരിച്ചറിഞ്ഞ് തെറ്റ് തിരുത്തി മുന്നോട്ട് പോയാൽ ഇടതുപക്ഷത്തിന് കേരളത്തിലെങ്കിലും അല്പം ഭാവിയുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിലെ ചില നേതാക്കന്മാർക്ക് ചില സ്ഖലിതങ്ങൾ സംഭവിക്കുന്നത് തിരുത്താൻ പാർട്ടിക്കാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരണം, തളരണം, നശിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസും അതുപോലെ തകരണം, നാമാവിശേഷമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തിലെ മതേതര കക്ഷികൾ ഈ രാജ്യത്ത് നിലനിൽക്കണം. അത് ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് ഗുണകരമാണ്, നമ്മുടെ ജനാധിപത്യത്തെ സംവിധാനത്തിന്റെ ശാക്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നിലനിൽക്കണം. പക്ഷേ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ സോഷ്യലിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അജണ്ട മാറ്റിവെച്ച് ഈ രാജ്യത്തെ അപകടപ്പെടുത്താതെ ഒരുമയോടെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം മാറ്റിവെച്ച് പരസ്പരം ഭിന്നിപ്പും ഛിദ്രതയും അനൈക്യവും വർഗീയതയുമാണ് നിങ്ങൾ കൈമുതലായി സ്വീകരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിലേക്ക് വന്നാൽ അതിനെ തുറന്നു കാട്ടാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ വേദി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ പ്രത്യേകിച്ചും രാജ്യത്ത് പൊതുവിലും വമ്പിച്ച തോതിലുള്ള ധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യത്ത് നടക്കുന്ന മർദ്ദിതർക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളെ അത് കോൺഗ്രസ് ചെയ്യുമ്പോ
അത് കയ്യേറ്റമല്ല എന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് കയ്യേറ്റങ്ങളുമായി മുന്നോട്ട് വന്നാലും അവരുടെ മുഖം നോക്കാതെ പ്രതികരിക്കുന്നവരാണ്, പ്രതിഷേധിക്കുന്നവരാണ്, തെരുവുകളിൽ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ ഉണ്ടാകുന്നവരാണ്. നമുക്കറിയാം, ഈയിടെയായി നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ ബാംഗ്ലൂരിനടുത്ത ചില പ്രദേശങ്ങളിൽ വമ്പിച്ച അവിടുത്തെ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കാലങ്ങളായി കൈവശം വെക്കുന്ന അവരുടെ പാർപ്പിടവും അവരുടെ എല്ലാ സംവിധാനങ്ങളെയും മുഴുവനും ഒരു രാത്രി വന്നുകൊണ്ട് ഫുൾ ഡൗസർ ഉപയോഗിച്ച് UP-യിൽ നടക്കുന്നത് പോലെ, BJP ഗവൺമെന്റ് മറ്റെല്ലായിടത്ത് നടപ്പിലാക്കുന്നത് പോലെ നമ്മുടെ കർണാടകയിൽ നടപ്പിലാക്കിയപ്പോ കോൺഗ്രസ് ഗവൺമെന്റ് അത് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നപ്പോ, പ്രിയമുള്ളവരെ, അത് BJP നടത്തുന്നത് പോലെയുള്ള ഒരു കയ്യേറ്റമല്ല എന്നാണ് നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷ മുസ്ലിംകളുടെ സുരക്ഷാ സംവിധാനം. ഞങ്ങളിതാ ഇന്ത്യയിലെ മൊത്തം ന്യൂനപക്ഷ മുസ്ലിംകളുടെയും സുരക്ഷാ സംവിധാനം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞത്, പ്രിയമുള്ളവരെ, കോൺഗ്രസ് തമ്മാടിത്തരം ചെയ്യുമ്പോ, കോൺഗ്രസ് ഇന്ത്യൻ മതേതരത്വത്തിന് അപകടമുണ്ടാക്കുമ്പോ, ബാബരിപ്പള്ളി തകർക്കുമ്പോ അത് ഈ രാജ്യത്തിന് അപകടമാണ് എന്ന് കോൺഗ്രസിന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയേണ്ടതുണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക്. അത് കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്താലും ആര് ചെയ്താലും തന്റെ ഇടത്തോടെ അഭിമാനത്തോടെ രാജ്യത്തിന്റെ പക്ഷത്ത് നിന്ന്, ഭരണഘടനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മർദ്ദിതർക്ക് വേണ്ടി ശബ്ദിക്കാൻ, പീഡിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ, പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിനെ, CPIM-നെ, മുസ്ലിം ലീഗിനെ ആരെയും കാണില്ല. അവിടെ ആര് ഭരിക്കട്ടെ, ആരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കയ്യേറ്റം ഉണ്ടാകട്ടെ, കയ്യേറ്റം ചെയ്യുന്നവന്റെ പാർട്ടി നോക്കിയല്ല, അവന്റെ അതിക്രമം നോക്കി അരുതട എന്ന് പറഞ്ഞ് തെരുവുകളിലുള്ള പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ആണ് എന്ന് നിങ്ങൾ സമകാലീന രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ, വിഷയങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കർണാടകയില് കോൺഗ്രസ് അതിക്രമം കാണിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ